ഹായ് ഹലോ, ഇന്നത്തെ നോമ്പിന് ചട്ടിപ്പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂണ് ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു 2 സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുക്കുക കേട്ടോ. പിന്നീട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കറിവേപ്പില ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക. സവാള നന്നായി വാടി വരാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. സവാള ഒന്ന് നന്നായി വഴന്ന് വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും ഒരു 2 ടീസ്പൂണ് ചിക്കൻ മസാലയും ചേർത്തിട്ട് നന്നായി വഴറ്റി കൊടുക്കാം കേട്ടോ. അര ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ ഒന്ന് നന്നായി വഴന്ന് വന്നതിന് ശേഷം ചിക്കന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും പാടെ ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ലാസ്റ്റ് കുറച്ച് മല്ലിയില ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി ഇതെങ്ങനെയാണ് നമുക്ക് ചട്ടിപ്പത്തിരി ആക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് 1.5 കപ്പ് മൈദയും 1 മുട്ടയും 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തതാണ് കേട്ടോ. ഈ ഒരു പരുവത്തിലാവണം ഇത് എടുക്കേണ്ടത്, ഈ ഒരു ബാറ്റർ ഉണ്ടാവേണ്ടത്. ഇനിയുള്ള പണി എന്ന് പറഞ്ഞാൽ ഇത് ഓരോ ദോശകളായിട്ട് ചുട്ടെടുക്കണം കേട്ടോ. നമ്മൾ ഏത് പാനിലാണോ ഈ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത് ആ ഒരു വലിപ്പത്തിലായിരിക്കണം കേട്ടോ ദോശയുടെ അളവ്, ദോശയുടെ വലിപ്പം ഉണ്ടാവാനായിട്ട്. അങ്ങനെ ഓരോരോ ദോശകളായിട്ട് നമ്മൾ ചുട്ടെടുത്ത് മാറ്റി വെക്കുക. അങ്ങനെ എല്ലാ ദോശകളും നമ്മളിവിടെ ചുട്ടെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു 8 ദോശ വരെ കിട്ടിയിട്ട് ഈ ഒരു അളവിൽ. ഇനി നമുക്കിത് ചട്ടിപ്പത്തിരി ആക്കിയെടുക്കാം കേട്ടോ. അതിനായിട്ടൊരു 4 മുട്ടയിലോട്ട് ഒരു 1/4 കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഓരോ ദോശകളായിട്ട് ഈ മുട്ടയുടെ മിക്സിയിൽ മുക്കിയിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ആ പാത്രം നന്നായി ഓയിൽ തടവിയിട്ട് വേണം വെക്കേണ്ടത്. എന്നിട്ട് ഓരോ ദോശയുടെ മുകളിലും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിംഗ് ഇല്ലേ അത് വെച്ച് കൊടുക്കുക. ഇനി ഈ ഫില്ലിങ്ങിൻ്റെ മുകളിലോട്ട് അടുത്ത ദോശ മുട്ടയിൽ മുക്കിയിട്ട് വെച്ച് കൊടുക്കുക. അങ്ങനെ ഒരു നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ലെയർ സെറ്റാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ എല്ലാ ലെയറും സെറ്റാക്കി എടുത്തതിന് ശേഷം നമുക്കിതൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 10-15 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം മേൽഭാഗം ഒന്ന് മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാനിലോട്ട് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ടൊരു 5 മിനിറ്റൊക്കെ കുക്ക് ചെയ്തെടുത്താൽ നമുക്ക് മേൽഭാഗം ഇതുപോലെ മൊരിഞ്ഞ് കിട്ടും കേട്ടോ. അങ്ങനെ ഇതാ ചട്ടിപ്പത്തിരി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. പിന്നീട് ഞാൻ നോമ്പ് തുറക്കുണ്ടാക്കിയത് പൈനാപ്പിൾ പുഡിംഗ് ആണ് കേട്ടോ. ഞാൻ അതിൻ്റെ റെസിപ്പി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ.
അപ്പോൾ ഇന്നത്തെ നോമ്പുതുറയുടെ വിഭവങ്ങളൊക്കെ എത്രയാണ്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്ബൊക്കെ ചെയ്യുക. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ബൈ.